കേൾവിക്കുറവും ചെവി അടപ്പുമൊക്കെ ആയിട്ട് ENT ഡോക്ടർമാരെ കാണുമ്പോൾ പൊതുവെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാടയുടെ പിന്നിലായിട്ട് ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തെ ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ അഥവാ മിഡിൽ ഇയർ എഫ്യൂഷൻ എന്നൊക്കെ പറയുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഈ മിഡിൽ ഇയറിൽ ഫ്ലൂയിഡ് നിറയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് മിഡിൽ ഇയർ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് റഫായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ചെവിയുടെ പുറം ഭാഗമായ എക്സ്റ്റേണൽ ഇയർ ചെവിയുടെ കർണപടം വരെ എത്തി നിൽക്കുന്നു. അതിൻ്റെ തൊട്ടു പിന്നിലാണ് ഈ മിഡിൽ ഇയർ. ഈ മിഡിൽ ഇയറിൽ സാധാരണ വായു അഥവാ എയർ ആണുള്ളത്. ഈ വായുവിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്ന 3 കുഞ്ഞനെല്ലുകൾ ഉള്ളത്, മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്. പിന്നെ മൂക്കിൻ്റെ പിൻഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന യുസ്റ്റേഷ്യൻ ട്യൂബുമുണ്ട്. ചെവിയുടെ പാടയുടെ പിന്നിലായിട്ട് നീർക്കെട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ യുസ്റ്റേഷ്യൻ ട്യൂബ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റ് ട്രാവലൊക്കെ നടത്തുമ്പോൾ മുകളിലോട്ട് പറക്കുന്ന സമയത്ത് ചെവി അടഞ്ഞു പോവാറുണ്ട്. എന്നാൽ ഈ യുസ്റ്റേഷ്യൻ ട്യൂബിലൂടെ എയർ പിന്നിലേക്ക് പോകുമ്പോൾ ചെവി പെട്ടെന്ന് തുറന്നു വരും. നമ്മളൊന്ന് കോട്ടവായി വിട്ടാലോ അതല്ലെങ്കിൽ ഉമിനീരൊന്ന് ഇറക്കിയാലോ അത് ശരിയാവും. അതുപോലെ തന്നെ താഴ്ന്നു പറക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് പ്രഷർ വരികയാണ് മിഡിൽ ഇയറിലേക്ക്. അപ്പോഴും നമ്മൾ ഇത് തന്നെ ചെയ്താൽ ചെവി ഓപ്പൺ അപ്പ് ആവുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചുരവൊക്കെ കയറി ഇറങ്ങുന്ന അവസരത്തിലും ഇതേ പ്രശ്നം നമ്മൾ നേരിടും. എന്നാൽ കുറച്ചു കാലം ഈ യുസ്റ്റേഷ്യൻ ട്യൂബ് പ്രവർത്തനരഹിതമാകുമ്പോൾ നമ്മുടെ മധ്യകർണത്തിൽ നെഗറ്റീവ് പ്രഷർ വരികയും അവിടെ പതിയെ ഫ്ലൂയിഡ് നിറയാനും തുടങ്ങുന്നു. എവിടെ നിന്നാണ് ഈ ഫ്ലൂയിഡ് വരുന്നത്? നമ്മുടെ തൊലിപ്പുറം പോലെ തന്നെ ഈ മധ്യകർണത്തിന്റെ തൊലിയെ മ്യൂക്കോസൽ ലൈനിങ് എന്ന് പറയുന്നു. ഈ മ്യൂക്കോസൽ ലൈനിങ് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലും സൈനസിൻ്റെ ഉള്ളിലും ഒക്കെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയ തോതിൽ ഒരു മ്യൂക്കസ് അഥവാ കഫം പോലെയുള്ള ഒരു മെറ്റീരിയൽ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത് സാധാരണ എന്ത് സംഭവിക്കും? ഈ യുസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ വായുടെ പിന്നിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ ഉമിനീരിറക്കുമ്പോഴും മറ്റും തനിയെ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. എന്നാൽ യുസ്റ്റേഷ്യൻ ട്യൂബ് ബ്ലോക്ക് ആവുന്ന ഏതൊരു സാഹചര്യത്തിലും ഈ മധ്യകർണത്തിൽ ഈ ഫ്ലൂയിഡ് കൂടി വരുന്നു. ഇതിനെയാണ് മിഡിൽ ഇയർ എഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ആദ്യം കൂടി വരുമ്പോൾ ഇത് വളരെ നേർത്ത ഒരളവിൽ തിന്നായിട്ട് വെള്ളം പോലെ ഉണ്ടാവും. 1-2 ആഴ്ച കൊണ്ട് ഇത് കുറച്ചുകൂടി തിക്നെസ് വരും. അപ്പോഴാണ് രോഗിക്ക് കൂടുതലായിട്ടുള്ള കേൾവിക്കുറവ് അനുഭവപ്പെടുന്നത്. ആദ്യത്തെ സമയത്ത് ചെറിയൊരു ചെവിയടപ്പ് മാത്രമായിരിക്കും തോന്നുന്നുണ്ടാവുക. ഈ വെള്ളം കുറച്ചുകൂടി കട്ടി കൂടി അത് തിക്കാവുമ്പോൾ കേൾവിക്കുറവ് അനുഭവപ്പെടാം. എന്നാൽ ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ടും ഇത് വലിയുന്നില്ലെങ്കിൽ ഇത് കുറെ കൂടി തിക്കായി പശ പോലെ ആവുന്നു. അതുകൊണ്ടാണ് ഈ മിഡിൽ ഇയർ എഫ്യൂഷന് മുമ്പ് ഗ്ലൂ ഇയർ എന്നൊരു പേരുണ്ടായിരുന്നത്. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ യുസ്റ്റേഷ്യൻ ട്യൂബിന്റെ പ്രവർത്തനം സ്തംഭിക്കുന്നത്? പ്രധാനമായും നമുക്ക് ജലദോഷം വരുമ്പോൾ, സൈനസൈറ്റിസ് ഉള്ളപ്പോൾ, മൂക്കിലെ അലർജി മൂലം എപ്പോഴും ഇങ്ങനെ കഫം പിന്നിലേക്ക് വലിച്ചെടുക്കുമ്പോഴൊക്കെ യുസ്റ്റേഷ്യൻ ട്യൂബിൽ നെഗറ്റീവ് പ്രഷർ വരാം. അതുപോലെ തന്നെ മൂക്കിനെയും ചെവിയെയും ബന്ധിപ്പിക്കുന്ന ഈ യുസ്റ്റേഷ്യൻ ട്യൂബ് വന്ന് തുറക്കുന്നത് മൂക്കിന്റെ പിന്നിലേക്കാണ്. അപ്പോൾ ഈ മൂക്കിന്റെ പിൻഭാഗത്തായിട്ട് എന്ത് ബ്ലോക്ക് ചെയ്താലും ഈ യുസ്റ്റേഷ്യൻ ട്യൂബിലും പ്രശ്നമുണ്ടാകും. ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അഡിനോയിഡ് ഗ്രന്ഥി വളരെ വളർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ യുസ്റ്റേഷ്യൻ ട്യൂബ് ബ്ലോക്ക് ആവാം. പിന്നെ മൂക്കിൻ്റെ ഉള്ളിൽ നിറയുന്ന ദശ, മൂക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ട്യൂമറുകൾ വന്നാലൊക്കെ ചെവിയുടെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കാരണങ്ങൾ. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് രോഗി നേരിടുന്ന രോഗലക്ഷണങ്ങൾ? ആദ്യമായിട്ട് ചെവിക്ക് ചെറിയൊരു അടപ്പ് പോലെ തോന്നാം. വളരെ അസഹനീയമായിട്ടുള്ളൊരു ഫീലാണിത്. ഈ ഫ്ലൂയിഡ് അപ്പോൾ വലിയുന്നില്ലെങ്കിൽ കേൾവിക്കുറവുണ്ടാവാം. ചില ആൾക്കാർക്ക് ചെറിയൊരു തലകറക്കം പോലെയും പറയാറുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ടിവിയുടെ ശബ്ദം കൂട്ടിവെക്കുന്നത് ശ്രദ്ധയിൽപ്പെടാം. ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് കേൾക്കുന്നില്ല, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ. അഡിനോയിഡ് ഗ്രന്ഥിയുള്ള പല കുട്ടികൾക്കും ഈ ഒരു പ്രശ്നം പൊതുവെ കാണാറുമുണ്ട്. ഇനി ഈ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം സംഭവിക്കുക? കേൾവിക്കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളോടൊപ്പം ഈ ചെവിയുടെ പാട നെഗറ്റീവ് പ്രഷർ കാരണം ഉള്ളിലേക്ക് വലിയാം. അതുപോലെ നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്ന കുഞ്ഞനെല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. ഈ ഫ്ലൂയിഡിൽ തന്നെ ബാക്ടീരിയൽ അണുബാധയും വൈറൽ അണുബാധയും ഒക്കെ മാറാതെ നിൽക്കാം. ഇതൊക്കെയാണ് ഈ ഫ്ലൂയിഡ് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനി എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം? മൂക്കിലെ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ മൂക്കിലടിക്കുന്ന നേസൽ സ്പ്രേസ് ഉപയോഗിക്കാം. മൂക്കിൽ സലൈൻ വാഷ് കൊടുക്കാം. ഈ സലൈൻ വാഷ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് മുമ്പൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണേ.
അപ്പോൾ എന്താണോ കാരണം, അത് ചെറിയൊരു ജലദോഷമോ സൈനസൈറ്റിസോ നേസൽ അലർജിയോ അഡിനോയിഡോ എന്താണെന്ന് കാരണം കണ്ടെത്തി അതിനുള്ള ആൻറ്റി അലർജി മെഡിക്കേഷൻസ് എടുക്കാം, സലൈൻ നെയ്സൽ വാഷിങ് ചെയ്യാം, നെയ്സൽ സ്പ്രേസ് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ പൊതുവെ ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ ഇത് വലിഞ്ഞു കിട്ടും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നിട്ടും ഒരു 3 മാസം കൊണ്ട് ഇത് വലിഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ സർജറിയാണ് ഇതിനുള്ള പരിഹാരം. മിറിംഗോട്ടമി എന്നാണ് ഈ ഒരു പ്രൊസീജിയറിന്റെ പേര്. ചെവിയുടെ കർണപടത്തിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാക്കി ഈ വെള്ളം വലിച്ചെടുക്കുമ്പോൾ തന്നെ കേൾവിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഗ്രോമറ്റ് എന്ന് പറയുന്ന ഒരു വെന്റിലേഷൻ ട്യൂബ്, ചെറിയൊരു ബട്ടൺ പോലെയുള്ള ഒരു സാധനം ചെവിയുടെ ഉള്ളിൽ ഇട്ട് വെക്കുകയും ചെയ്യും. ഇത് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ മയക്കം കൊടുത്തിട്ട് ചെയ്യാം. മുതിർന്നവരാണെങ്കിൽ തരിപ്പിച്ചിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് മിറിംഗോട്ടമി. പിന്നെ ഈ ഗ്രോമറ്റ് തനിയെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഗ്രോമറ്റ് ചെവിയിൽ ഉള്ളിൽ ഉണ്ടാകുന്ന അവസരങ്ങളിൽ നമ്മൾ വെള്ളം കയറാതെ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ചെവിയുടെ പാടയുടെ പിന്നിൽ ഫ്ലൂയിഡ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതുകൊണ്ടുള്ള രോഗലക്ഷണങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതൊക്കെയും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കും ഫാമിലി മെമ്പേഴ്സിനും നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം.